വെൽക്കം ബാക്ക് ടു ബീനമീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും ഇച്ചും കൂടെ കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് കറങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. കോട്ടയം ലുലുമോളാണ്. പിന്നെ ഇച്ചുവിന് ഒരു സർപ്രൈസും കൂടെ കൊടുക്കണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. പക്ഷെങ്കിൽ എനിക്കറിയത്തില്ല ലുലുവിൽ അതൊക്കെ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കണം. അപ്പം ഞങ്ങൾ പോയി എൻജോയ് ചെയ്യട്ടെ. ഞാനും ബീനാമിയും പണ്ടൊക്കെ എപ്പോഴേലും പുറത്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും പോയെന്ന്, ചിലപ്പോൾ ഈ ലഞ്ചൊക്കെ കഴിക്കാനാണേലും പോയെന്നു. ഇപ്പം അങ്ങനെ ഈ ഇടയ്ക്ക് അങ്ങ് പോവാറില്ല. അതിനൊരു റീസണൊക്കെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ഞാൻ പഠിത്തത്തിൽ ഇച്ചിരി താഴോട്ടായി പോയി. അപ്പോൾ ഓരോ ക്ലാസ് ടെസ്റ്റിനൊക്കെ എനിക്ക് 5 ചിലപ്പോൾ 0ഒക്കെയാണ് കിട്ടാറ്. അപ്പം അതിനൊക്കെ എനിക്ക് പണിഷ്മെന്റ് തരുന്നുണ്ടായിരുന്നു. ഇപ്പൊ ബീനാമിയാണ് എന്നെ പഠിപ്പിക്കുന്നത്. അന്നൊക്കെ ഞാൻ സ്വയമായിട്ടാണ് പഠിച്ചത്, അതുകൊണ്ടായിരിക്കും എനിക്ക് മാർക്ക് കുറഞ്ഞത്. ഇപ്പം ബീനാമിയാണ് എന്നെ പഠിപ്പിക്കുന്നത്. സ്വയം ആയതുകൊണ്ട് മാത്രമല്ല, പഠിത്തത്തിനേക്കഴിഞ്ഞും കൂടുതൽ കോൺസെൻട്രേഷൻ റീൽസിലും കൊച്ചു ടിവിയിലും ഒക്കെ ആയി പോയത് കൊണ്ടാണ്. ഇപ്പം ബീനാമി എന്നെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പൊ ക്ലാസ് ടെസ്റ്റിനാണേലും ഇന്നൊരു ക്ലാസ് ടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിന് എനിക്ക് 60 കിട്ടി. സ്കൂളിലല്ല കേട്ടോ, ഇത് ബ്രില്യൻറ്റിലെ ഒരു പരീക്ഷയാണ്. അപ്പൊ അതിന് എനിക്ക് 60 ഒക്കെ കിട്ടിയത് കൊണ്ടാണ് ഇപ്പം നമ്മൾ 2 പേരും ഒരുമിച്ച് പോകുന്നത്. അല്ലേ ബീനാമി? യെസ്. അങ്ങനെ നമ്മൾ ലുലുവിൽ വന്നിട്ട് ചായയും സ്നാക്സും ഷേക്സും ഒക്കെ കഴിച്ച് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. ഒരു ഫ്രണ്ടും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അവൾ പോയതിന് ശേഷം ഞങ്ങൾ ഇതിൻ്റെ അകത്തെ ക്രിസ്മസ് വൈബ് കാണാൻ വേണ്ടിയിട്ടാണ് അകത്തോട്ട് കയറിയത്. ഇവിടെ ക്രിസ്മസിൻ്റെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഞാനൊരു തവണ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്കിത് ഇച്ചുവിനെയും കൂടെ കാണിക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അവളെ കൊണ്ട് വന്നത്. അപ്പോൾ ഇവിടെ എല്ലാം ഇങ്ങനെ ഓടി നടന്ന് അവൾ കാണുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കുറച്ച് എന്തെങ്കിലും വാങ്ങിക്കണം എന്ന് വിചാരിച്ച് കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നമ്മൾ കൊച്ചി ബ്രോഡ്വേയിലായിരുന്നു ഈ ക്രിസ്മസ് വൈബ് എൻജോയ് ചെയ്യാനും ഷോപ്പിങ്ങിനും ഒക്കെ ആയിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഭയങ്കര വലുതാടി. ആക്ച്വലി എനിക്കിന്ന് ഷോപ്പിംഗ് പ്ലാൻ ഒന്നുമില്ല. ജിമ്മിൽ ഇടാൻ വേണ്ടിയിട്ട് 2 സോക്സ് വാങ്ങണം, അത് മാത്രമേ ഉള്ളൂ. പക്ഷെ അകത്തേക്ക് കയറിയാൽ എന്തെങ്കിലുമൊക്കെ വാങ്ങിപ്പോകും. കുളിച്ചിട്ട് മുടി കെട്ടി വെക്കുന്ന അതൊരു സുഖമില്ല. ഓക്കെ, ഈ കളർ വേറെ കളേഴ്സ് ഒന്നുമില്ല. ഈ കളർ എനിക്ക് വലിയ ഇഷ്ടമാണ്. നല്ല രസമുണ്ട്. ഇത് കണ്ടോ, ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. 500 ഇതും കൊള്ളാം. ഞാൻ നേരത്തെ വന്നപ്പം ഇതൊന്നും കണ്ടില്ല. ഇതും നല്ല, പക്ഷെ എനിക്ക് അതാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്. എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ടവൽസ്, അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്, അല്ലെങ്കിൽ ബ്ലാക്ക് കളറുള്ള ഡ്രസ്സോ അല്ലെങ്കിൽ ടീഷർട്ടോ ഒക്കെ ഉള്ള സ്ഥലങ്ങൾ. ഈ സ്ഥലങ്ങളിൽ എപ്പോഴും ഞാൻ ഉണ്ടാവും. എനിക്കിതെല്ലാം എടുത്ത് നോക്കിയാലും ഞാനതെല്ലാം പ്രോപ്പറായിട്ട് മടക്കി വെക്കാറുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇഷ്ടപ്പെടുവാണെങ്കിൽ അതങ്ങ് വാങ്ങുകയും ചെയ്യണം. അതാണ് എൻ്റെ ഒരു രീതി. ഇച്ചും ഏറെക്കുറെ എന്നെപ്പോലെയാണ് ഈ ഷോപ്പിങ്ങിൻ്റെ കാര്യത്തിൽ. അവൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് നോക്കും. കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഇത് വാങ്ങിച്ചു തരാമോ എന്ന് ചോദിക്കും. വാങ്ങിച്ചു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ നമ്മൾ വാങ്ങിച്ചു കൊടുക്കും. അല്ലാത്തതാണെങ്കിൽ നന്നായിട്ട് പഠിക്ക്, പിന്നെ വാങ്ങിത്തരാമെന്ന് പറയും. അങ്ങനെ പറയുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട സാധനമാണെങ്കിൽ അത് കിട്ടാൻ വേണ്ടി അവൾ നന്നായിട്ട് പഠിക്കുകയും ചെയ്യും. ഗായ്സ്, നമ്മൾ അങ്ങനെ നമ്മളുടെ ലുലു മാളിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇറങ്ങാൻ പോവാണ്. പുറത്ത് ലൈറ്റ് ഒക്കെ ഇട്ടിട്ടാ. ഒരു കാര്യം കാണിച്ചാൽ നമ്മളുടെ സെയിം പഞ്ചൂട്ടനാണ് കേട്ടാ. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ലുലു മാളിൽ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഷോപ്പിംഗ് ഒക്കെ നടന്നില്ല. പക്ഷെ കുറെ സോപ്പിട്ട് നോക്കിയായിരുന്നു ഇസ, പക്ഷെ ഒന്നും സംഭവിച്ചില്ല. ഒത്തിരി സാധനമൊന്നും നമ്മൾ മേടിച്ചില്ല. ജസ്റ്റ് ഇതിനകത്ത് ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിയിട്ടായിരുന്നു വന്നത്. അപ്പം അവിടെ ക്രിസ്മസ് ട്രീ ഒന്നും സെറ്റ് ആയിട്ടില്ല. പിന്നെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണം.
അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.